നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. 2015 ഒപ്പിട്ട കരാർ, 2015 ഡിസംബർ മാസത്തിലിട്ട തറക്കല്ല്, 2016 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഓഖി ദുരന്തം, നിപ വൈറസ്, നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, റോ മെറ്റീരിയൽസിന്റെ കടുത്ത ക്ഷാമം, മറ്റു പ്രതിസന്ധികൾ എല്ലാത്തിനെയും തരണം ചെയ്ത് ഇന്ന് മെയ് മാസം 2ാം തീയതി ഈ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരിക്കാനായി പറഞ്ഞ കാരണങ്ങൾ, ആ കാരണങ്ങൾ ഒന്നും ജനങ്ങൾക്ക് വ്യക്തമായിട്ടില്ല. എന്നിരുന്നാലും പൊതുസമൂഹത്തിൽ 2 തരത്തിലുള്ള ചോദ്യങ്ങൾ UDF-ഉം ചില മാധ്യമങ്ങളും ഉന്നയിക്കുന്നുണ്ട്. 2015 UDF-ന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദാനിയുമായി കരാർ ഒപ്പിട്ടപ്പോൾ ദേശാഭിമാനി ദിനപത്രം അത് ഒരു കടൽ കൊള്ള എന്ന രൂപത്തിൽ ഫസ്റ്റ് പേജിൽ വാർത്ത കൊടുത്തു. എന്താണ് അത്തരത്തിൽ വാർത്ത കൊടുക്കാനുണ്ടായ കാരണം എന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത്തരത്തിൽ കടൽ കൊള്ളയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഈ കരാറുമായി മുന്നോട്ട് പോകുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും LDF സർക്കാർ തീരുമാനിച്ചത്? ഈ 2 ചോദ്യങ്ങളാണ് ഇവിടെ UDF-ഉം ചില മാധ്യമങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ദേശാഭിമാനി അത്തരത്തിലൊരു ഹെഡിങ്ങിൽ ഒരു വാർത്ത കൊടുത്തിരുന്നു. അദാനിയുമായി ശ്രീ ഉമ്മൻചാണ്ടി ഒപ്പിട്ട കരാർ കടൽ കൊള്ളയാണ് എന്നതായിരുന്നു അതിന്റെ ഹെഡിങ്ങും വാർത്തയുടെ ഉള്ളടക്കവും. PPP മോഡലിലാണ് ഈ കരാർ ഒപ്പിട്ടത്. PPP മോഡൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന രൂപത്തിലാണ്. എല്ലാ PPP കരാറും 30 വർഷത്തേക്കാണ് ഒപ്പിടുക. ആ 30 വർഷം കഴിഞ്ഞാൽ ആ പദ്ധതി, പൂർത്തീകരിക്കപ്പെട്ട പദ്ധതി ഗവൺമെന്റിന്റെ പൂർണ്ണ ഉടമസ്ഥയിലായി മാറും. എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടി 2015 ശ്രീ അദാനിയുമായിട്ട് ഒപ്പിട്ട കരാർ 40 വർഷത്തേക്കാണ്. അതായത് 10 വർഷം കൂടുതൽ. ഒരു PPP കരാറിലും 30 വർഷത്തിൽ കൂടുതൽ കൊടുക്കാൻ മാനദണ്ഡങ്ങളില്ല, അത്തരത്തിലുള്ള സാഹചര്യവുമില്ല. ഈ 10 വർഷം കൂടുതലായി അദാനിക്ക് അനുവദിച്ചപ്പോൾ അദാനിക്കുണ്ടാകുന്ന ലാഭം 29,127 കോടി രൂപയുടെ ലാഭമാണ്, വരുമാനമാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനയും പഠനവും നടത്തിയിട്ട് ആ റിപ്പോർട്ടിന്റെ ക്ലോസ് 3191 പേജ് 29 കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 10 വർഷം കൂടുതലായി കിട്ടുമ്പോൾ, അതായത് 31ാം വർഷം മുതൽ 40ാം വർഷം വരെ പൂർണ്ണ തോതിൽ പണി പൂർത്തീകരിച്ച വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതല അദാനിക്ക് കിട്ടുമ്പോൾ അദാനിക്ക് ഉണ്ടാകാൻ പോകുന്ന വരുമാനം 29,127 കോടി രൂപയാണ്. അതിൽ 6,000-ലധികം രൂപ ലാഭവിഹിതം മാത്രമാണ്. വരുമാനം 29,127 കോടി രൂപ, ലാഭം 6,000-ലധികം കോടി രൂപ. അതാണ് ദേശാഭിമാനി കടൽ കൊള്ള എന്ന രൂപത്തിൽ ഹെഡിങ് കൊടുത്ത് കൃത്യമായിട്ടുള്ള വാർത്ത സംപ്രേഷണം ചെയ്തത്. അതിനുശേഷം ഗവൺമെന്റ് മാറി. 2015 ഓഗസ്റ്റ് മാസത്തിലാണ് അദാനിയുമായിട്ട് ഒപ്പിട്ടത് കരാർ. 2015 ഡിസംബർ മാസത്തിലാണ് തറക്കല്ലിട്ടത്. 2016 മെയ് മാസത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നു. LDF സർക്കാരിന്റെ മുന്നിൽ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. കടൽ കൊള്ളയായി കണ്ടെത്തിയ ഈ കരാറുമായി ഒന്നെങ്കിൽ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഈ കരാറിൽ നിന്ന് പിന്മാറുക. കരാറിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചാൽ പ്രധാനപ്പെട്ട ഓപ്ഷൻ ഇതിന്റെ കരാറിന്റെ ഭാഗമായിട്ടുള്ള ക്ലോസ് 38.3.5 പ്രകാരം ടെർമിനേഷൻ പേയ്മെന്റ് ആണ്. ടെർമിനേഷൻ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ റിലീസബിൾ ഫീയുടെ 30 ഇരട്ടി തുക കൊടുക്കണം എന്നതാണ് ഈ ക്ലോസ് 38.3.5 പറയുന്നത്. അതായത് 19,555 കോടി രൂപ നഷ്ടമായി സംസ്ഥാന ഗവൺമെന്റ് അദാനിക്ക് കൊടുത്താൽ മാത്രമേ ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ഗവൺമെന്റിന് പിന്മാറാൻ കഴിയൂ. അത് അദാനി സമ്മതിച്ചില്ല എങ്കിൽ അത് നിയമ പോരാട്ടത്തിലേക്ക് പോകും. ആദ്യം ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടാണ്. ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടിന്റെ പ്രൊസീഡിങ്സ് കഴിഞ്ഞാൽ ഗുജറാത്ത് ഹൈക്കോടതി, അല്ലെങ്കിൽ കേരള ഹൈക്കോടതി, പിന്നീട് സുപ്രീം കോടതി, അങ്ങനെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടത്തിലേക്ക് പോകും. ആ നിയമ പോരാട്ടം നടക്കുമ്പോൾ ഒരു കാരണവശാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കില്ല. മറ്റൊരാൾക്ക് കരാർ കൊടുക്കാനും സാധിക്കില്ല. സമയനഷ്ടം, ധനനഷ്ടം, അതുപോലെ തന്നെ ഒരു കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ടുള്ള പിൻവാങ്ങൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായി കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിയും. അപ്പോൾ ഓപ്ഷൻ 1 പ്രകാരം
കടൽ കൊള്ളയാണെന്ന് കണ്ടെത്തിയ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ LDF ഗവൺമെന്റ് തീരുമാനിച്ചാൽ ഉണ്ടാകാവുന്ന നിയമ പോരാട്ടം, അതിന്റെ ഭാഗമായിട്ടുള്ള ഭീമമായിട്ടുള്ള നഷ്ടപരിഹാരം, ആ നഷ്ടപരിഹാരവും പോരാ എങ്കിൽ അവർക്ക് ഇന്റർനാഷണൽ കോടതിയിലെ കേസ്, പിന്നീട് ഹൈക്കോടതി, സുപ്രീം കോടതി, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധം, ആ നിയമയുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സമയനഷ്ടം, കാലനഷ്ടം, അതുപോലെ തന്നെ വ്യവസായ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം, അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളുമായിട്ടുള്ള കരാറിൽ നിന്ന് പിന്മാറുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് അനുബന്ധ മേഖലകളിലെ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കും. രണ്ടാമത്തെ ഓപ്ഷൻ, ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കരാറാണ്, കേരളത്തിന് നഷ്ടമുണ്ടാകുന്ന കരാറാണെങ്കിലും ആ കരാർ പ്രകാരം മുന്നോട്ട് പോയി കേരളത്തിന്റെ ഈ പദ്ധതി പൂർത്തീകരിക്കുക എന്നതാണ്. LDF ഗവൺമെന്റ് തീരുമാനിച്ചത് കൃത്യമായി ഇത് കേരളത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള കരാറാണെങ്കിലും ഈ കരാർ ഗവൺമെന്റ് ആണ് ഒപ്പിട്ടത്. കേരള ഗവൺമെന്റും അദാനി ഇന്റർനാഷണൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറാണ്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ കരാറുമായിട്ട് മുന്നോട്ട് പോകണം, സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടലാണ് കേരള ഗവൺമെന്റ് നടത്തിയത്. ഇപ്പോഴിതാ 9ാം വർഷം 1ാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നതിന് 6 മാസം മുമ്പേ മുതൽ തന്നെ അവിടെ കണ്ടെയ്നറുകൾ വന്നു തുടങ്ങി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ വന്ന ഒരു തുറമുഖമായി കേരളം മാറി. മദർഷിപ്പുകൾക്ക് യഥേഷ്ടം ഒന്നിലധികം ഷിപ്പുകൾക്ക് ഒരേ സമയത്ത് വന്ന് കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനും കഴിയുന്ന ഏക തുറമുഖമായി ഇന്ത്യയിലെ ഈ തുറമുഖം, കേരളത്തിലെ നമ്മുടെ സ്വന്തം തുറമുഖം മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഭൂപടത്തിൽ തന്നെ കേരളത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന, വിഴിഞ്ഞത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി തന്നെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ കരാർ കടൽ കൊള്ളയാണ് എന്ന് LDF പറഞ്ഞത്? എന്തുകൊണ്ടാണ് കടൽ കൊള്ളയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഈ കരാർ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും കൃത്യമായി സമയബന്ധിതമായി അതിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തത് എന്ന ചോദ്യത്തിനാണ് ഈ ഉത്തരം. അതോടൊപ്പം തന്നെ LDF ഗവൺമെന്റ് കഴിഞ്ഞ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ LDF അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കുമെന്നും, അതോടൊപ്പം തന്നെ അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയനോടുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി സംസ്ഥാന ഗവൺമെന്റ് ഒപ്പിട്ട കരാറാണ്, അതുകൊണ്ട് ആ കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറിയാൽ കേരളത്തിനുണ്ടാകാൻ പോകുന്ന ഭീമമായിട്ടുള്ള നഷ്ടം, ആ നഷ്ടം ഒരിക്കലും സഹിക്കാൻ കഴിയില്ലെന്നും ശക്തമായി ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇച്ഛാശക്തിയോടെ, ധൈര്യത്തോടെ, ആത്മാർത്ഥതയോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് വാക്കുപാലിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. 2ഉം 3ഉം ഘട്ടം പൂർത്തീകരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന തരത്തിലേക്ക് ഈ പദ്ധതി ലോക ഭൂപടത്തിൽ തന്നെ ഏറ്റവും മികച്ച പദ്ധതിയായി മാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട.